നമസ്കാരം. ഇന്നലെ ചങ്ങനാശ്ശേരിക്കടുത്ത് ചങ്ങനാശ്ശേരിക്കും തിരുവല്ലയ്ക്കും ഇടയ്ക്ക് കീടനാശിനി തളിച്ച് മരണമടഞ്ഞ സനൽകുമാറിൻ്റെയും മത്തായി ഈശോയുടെയും വീട്ടിൽ പോവുകയും അവിടുത്തെ അന്തരീക്ഷം ലൈവിൽ കാണിക്കുകയും ചെയ്തിരുന്നല്ലോ. പതിവ് പോലെ തന്നെ കുറേ പ്രസ്താവനകളും കുറച്ച് പരിശോധനകളുമൊക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾ കൊണ്ട് അത് തീരുമെന്ന് നമുക്കറിയാം. പഴയപടി തന്നെ അവിടെയും വിഷംതളി തുടരും. അതിഭീകരമായ ഒരന്തരീക്ഷമാണ് ഇന്ന് കേരളത്തിലെ ഭക്ഷ്യ മേഖലയിൽ നിലനിൽക്കുന്നത്. ജനങ്ങളെ പരമാവധി രോഗികളാക്കാനും രോഗങ്ങളിൽ തന്നെ വരുമാനം ഏറ്റവും കൂടിയ ക്യാൻസർ രോഗികളാക്കാനും മത്സരിക്കുകയാണ് അന്താരാഷ്ട്ര മരുന്ന് കമ്പനികൾ. ഈ മരുന്ന് കമ്പനികൾ തന്നെയാണ് കീടനാശിനികൾ ഉണ്ടാക്കുന്നത്. ബയറിനെ പോലെ ഒരു കൈകൊണ്ട് അവർ കീടനാശിനി തളിപ്പിക്കുന്നു, കീടനാശിനി ഉണ്ടാക്കുന്നു, തളിപ്പിക്കുന്നു. മറു കൈകൊണ്ട് ആ കീടനാശിനികൾ ഉണ്ടാക്കുന്ന രോഗങ്ങൾക്കുള്ള മരുന്ന് വിൽക്കുന്നു. കീടനാശിനി കമ്പനികൾ തന്നെയാണ് മരുന്ന് കമ്പനികൾ, മരുന്ന് കമ്പനികൾ തന്നെയാണ് കീടനാശിനി കമ്പനികൾ. വളരെ ആസൂത്രിതമായിട്ടാണ് ജനങ്ങളെ അവർ മഹാരോഗികളാക്കി മരുന്നുകൾ കഴിപ്പിക്കുന്നതും ഒരു മരുന്ന് കൊണ്ടും രക്ഷയില്ലാത്ത വിധത്തിലാക്കി 35 ലക്ഷവും 50 ലക്ഷവും എല്ലാം പിഴിഞ്ഞൂറ്റിയെടുത്ത് ജീവച്ഛവങ്ങളാക്കി നേരെ കാലപുരിക്കയക്കുന്നത്. മുടിയുകയാണ് നമ്മുടെ കുടുംബങ്ങൾ. അതിൽ നല്ലൊരു പങ്കും കീടനാശിനികൾ കൊണ്ട്, അവയിലുള്ള മരുന്നുകൾ കൊണ്ട്. മറ്റൊരു കാര്യം കൂടെ കേരളം തിരിച്ചറിയേണ്ടതുണ്ട്. ഇംഗ്ലീഷ് മരുന്നുകളും കീടനാശിനികളും ഒന്ന് തന്നെയാണ്. കീടങ്ങളുടെ സസ്യങ്ങളുടെ രോഗത്തിനുള്ള മരുന്നുകളെ കീടനാശിനികൾ എന്ന് വിളിക്കുന്നു. മനുഷ്യന്റെ രോഗത്തിനുള്ള കീടനാശിനികളെ ഇംഗ്ലീഷ് മരുന്നെന്ന് വിളിക്കുന്നു. വ്യത്യാസമൊന്നുമില്ല. ചേരുവകൾ രണ്ടിലും ഒന്ന് തന്നെയാണ്, ഒരേ തരം കെമിക്കലുകൾ തന്നെയാണ്. അത്യന്തം ഭീകരമായ ഭീതിജനകമായ ഒരു അന്തരീക്ഷമാണ് ഇന്ന് നാട്ടിൽ നിലനിൽക്കുന്നത്. ഒരു വശത്തു കൂടെ നല്ലൊരു ഭക്ഷണം നാട്ടിൽ ഉണ്ടാകരുത്. സകല കൃഷികളിലും കീടനാശിനി തളിപ്പിക്കുന്നു, രാസവളങ്ങൾ ഇടിയിക്കുന്നു. രാസവളങ്ങൾ എന്ന് പറയുന്നത് തന്നെ മറ്റു രാജ്യങ്ങളിലെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, വളരെ വിഷകരമായ വ്യാവസായിക മാലിന്യങ്ങളാണ് നമ്മുടെ നാടുകളിൽ രാസവളങ്ങൾ എന്നുള്ള പേരിൽ കൊണ്ടുവന്ന് ചൊരിയുന്നത്. അതിൽ നിരവധി തരത്തിലുള്ള ഹെവി മെറ്റൽ പൊല്യൂഷനുകൾ കാണാൻ സാധിക്കും. അതിനും മീതെയാണ് കീടനാശിനികൾ. രാസവളങ്ങളിൽ കാണുന്നത് രാസവളമൊന്നുമല്ല, അത് ഫില്ലർ മെറ്റീരിയലുകളാണ്. ആ ഫില്ലർ മെറ്റീരിയലുകളായിട്ട് ഉപയോഗിക്കുന്നത് ഇൻഡസ്ട്രിയൽ വേസ്റ്റുകൾ തന്നെയാണ്. കീടനാശിനികളായിട്ട് ലോകമൊട്ടാകെ നിരോധിക്കപ്പെട്ട കീടനാശിനികൾ നിരവധി നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കപ്പെടുന്നു. നാളെ നിരോധിക്കാൻ പോകുന്ന കീടനാശിനികൾ, നിരോധിക്കപ്പെട്ട കീടനാശിനികളും നിരോധിക്കപ്പെടാൻ പോകുന്ന കീടനാശിനികളും മാത്രമേ നാട്ടിലുള്ളൂ. എങ്ങനെയാണ് നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാനാകുക? സർക്കാരിനെ പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ കൃഷിമന്ത്രി ശ്രീ സുനിൽകുമാർ, എന്തൊരാവേശമായിരുന്നു അദ്ദേഹത്തിന് കൃഷിയുടെ ചുമതല കിട്ടിയപ്പോൾ. കുറേ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തരിച്ചു കിടന്നിരുന്ന നിരവധി പാടങ്ങൾ അദ്ദേഹത്തിൻ്റെ മുൻകൈയിൽ കൃഷി ചെയ്യാറാക്കി. ജൈവ കൃഷിക്ക് അദ്ദേഹം പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. പക്ഷേ കീടനാശിനികൾ നിരോധിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. അത് കേന്ദ്രം വിചാരിക്കണമെന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിനും സാധിക്കില്ല. അങ്ങനെയാണ് കീടനാശിനി കമ്പനികളുടെ സ്വാധീനം, ദുസ്വാധീനം.
നമ്മുടെ ഫുഡ് സേഫ്റ്റി കമ്മീഷണറായിരുന്ന അനുപമ തമിഴ്നാട്ടിലെല്ലാം പോയി കേരളത്തിലേക്ക് അയക്കുന്ന പച്ചക്കറികളിലെ വിഷം തളിക്കൽ കണ്ടു ഞെട്ടി. കർശനമായ ചില ചിട്ടകൾ കൊണ്ടുവരാൻ നോക്കി. കീടനാശിനി കമ്പനികൾ ചെന്നൈയിൽ കൂടി. അവർ കേരള സർക്കാരിനെ ഉറപ്പിച്ചു. കേരളത്തിലെ ഒരു ഉദ്യോഗസ്ഥ തമിഴ്നാട്ടിൽ പോയതിനെ ചോദ്യം ചെയ്തു അവർ. ഏതായാലും കീടനാശിനി കമ്പനിക്കാർക്കൊന്നും സംഭവിച്ചില്ല, കീടനാശിനികൾക്കും സംഭവിച്ചില്ല. അനുപമയാണ് സ്ഥലം മാറ്റപ്പെട്ടത്. ആര് ഭരിച്ചാലും ഇത് തന്നെയാണ് സ്ഥിതി. അധികാരത്തിലിരുന്നു കൊണ്ട് വ്യവസായങ്ങൾക്കെതിരെ ചെയ്യാൻ കഴിയുന്നതിന് പരിമിതിയുണ്ട്. അത് ജനങ്ങൾ മനസ്സിലാക്കണം. നാളെ എന്നെ പിടിച്ച് കേരളത്തിൻ്റെയോ ഇന്ത്യയുടെയോ ചുമതല ഏൽപ്പിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെ നടത്താനേ സാധിക്കൂ. അധികാരം കൊണ്ട് നാട് നന്നാക്കാം, നല്ല കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ മനസ്സുള്ളവർക്ക് പോലും അവിടെ കയറിയാൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ജനങ്ങൾ നൽകുന്ന പിന്തുണയിൽ, ജനങ്ങളുടെ ഇടയിലുള്ള വർദ്ധിച്ച ആവശ്യകതയാൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ അധികാരികൾക്ക് സാധിച്ചേക്കും. അതിനപ്പുറത്തേക്ക് പോകാൻ ആഗോളവൽക്കരണത്തിന്റെ ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയം കൊണ്ട് നടക്കാൻ കോടാനുകോടികളുടെ ചെലവുള്ള ഈ കാലഘട്ടത്തിൽ അപ്പുറമൊന്നും സാധിക്കില്ല. ഇവിടെ ജീവൻ വേണോ, ആരോഗ്യം വേണോ, ചില കാര്യങ്ങൾ ജനങ്ങൾ ചെയ്തേ തീരും. നമ്മുടെ നാട്ടിൽ നിരവധി സംഘടനകളുണ്ടല്ലോ. ആ സാമൂഹ്യ സംഘടനകളും ക്ലബ്ബുകളും ലൈബ്രറികളും മറ്റു പ്രസ്ഥാനങ്ങളും എല്ലാം ഒന്നിച്ചു ചേർന്ന് ജൈവ കൃഷി വ്യാപകമാക്കണം. പ്രകൃതി കൃഷി, രാസവളവും കീടനാശിനിയും ഒന്നും ഇടാതെ പ്രകൃതിയുടെ കരുത്തിനെ ആശ്രയിച്ചുകൊണ്ട് തന്നെയുള്ള കൃഷിയെ മുന്നോട്ട് പോകും. അതിലേക്ക് വരണം. ഓരോ വീടിനും ആ വീട്ടിലെ പച്ചക്കറികളുടെ നല്ലൊരു ശതമാനവും നിർവഹിക്കാൻ കഴിയുന്ന രീതിയിൽ കൃഷിത്തോട്ടങ്ങൾ ഉണ്ടാവണം. ടെറസ് ഉപയോഗിക്കാം. മതിലിന്റെ മുകളിൽ പോലും ചെടിച്ചട്ടികൾ കയറ്റി വയ്ക്കാം. സൺസൈഡില്, പാരപ്പറ്റിലെല്ലാം എവിടെയെല്ലാം സാധിക്കുമോ അവിടെയെല്ലാം തക്കാളിയും വെണ്ടയും വഴുതനയും ചീരയും ഇഞ്ചിയും തക്കാളിയും പച്ചമുളകും അങ്ങനെയുള്ള സാധനങ്ങൾ, മല്ലിയില, പുതിനയില, ഇതെല്ലാം നട്ടു വളർത്തുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകണം. എല്ലാ സ്കൂളുകളിലെയും കുട്ടികൾ കാണുന്ന സ്ഥലത്തെല്ലാം ആരുടേതെങ്കിലും ആയിക്കൊള്ളട്ടെ അവിടെയെല്ലാം ഫലവൃക്ഷങ്ങളും പച്ചക്കറികളും നടണം. ആരെങ്കിലും കൊണ്ടുപോയി കഴിക്കട്ടെ, ഭക്ഷണമല്ലേ. രണ്ടാമത്, നാട്ടിലുള്ള പ്രകൃതി കർഷകരുമായി ചങ്ങാത്തം പിടിക്കണം. അവർക്ക് നല്ല വില കൊടുത്ത് തന്നെ ഒരു വ്യവസായി അന്തസ്സായിട്ട് ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ കർഷകനും ഈ രാജ്യത്ത് സാധിക്കണം. ആ തുല്യതയിൽ അഭിമാനപൂർവ്വം ജീവിക്കാൻ സാധിക്കണം. ഇന്ന് ചേറിൽ കിടക്കുന്ന കർഷകനും ചേറിൽ കാലി വെച്ചാൽ എലിപ്പനി പിടിക്കും, ഡെങ്കിപ്പനി പിടിക്കും, നിപ്പ വരുമെന്നൊക്കെ കരുതി പേടിച്ച് ജീവിക്കുന്ന വ്യവസായ പ്രമുഖരുമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അവരെല്ലാം വളരെ ആർഭാടകരമായ ജീവിതം നയിക്കുന്നു. അവരുടെ കുട്ടികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ സാധിക്കുന്നു, നല്ല വസ്ത്രം കൊടുക്കാൻ സാധിക്കുന്നു. പകലന്തിയോളം ചേറിൽ കൃഷിസ്ഥലത്ത് പണിയെടുക്കുന്ന കർഷകന് ആരോഗ്യമുണ്ട് എന്നുള്ളത് ഞാൻ മറക്കുന്നില്ല. പക്ഷേ ഒരു ദരിദ്രനെ പോലെ ഏറ്റവും താഴ്ന്ന സ്ഥാനത്ത് അന്ത്യജനായി കഴിയേണ്ട ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അത് ഒരു സമൂഹത്തിന്റെ തലത്തിൽ നിന്ന് നോക്കുന്ന ജീവിതങ്ങൾക്ക് സാധിക്കാത്തൊരു കാര്യമാണ്. കർഷകന്റെ ജീവിതം സംതൃപ്തിയുള്ളതാണ്, ആനന്ദമുള്ളതാണ്, നല്ല ഭക്ഷണം കഴിച്ചതെല്ലാം ഉണ്ടെങ്കിൽ പോലും സോഷ്യൽ സ്റ്റാറ്റസ് എന്നുള്ളത് എല്ലാവരും വിലമതിക്കുന്ന ഒരു കാര്യമാണല്ലോ. അതുകൊണ്ട് പ്രകൃതി കർഷകരുമായി ചങ്ങാത്തം പിടിച്ച് അവർക്ക് ആവശ്യത്തിനുള്ള ന്യായമായ വില നൽകി അവരുടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവണം. പിന്നെ കഴിയുന്നത്ര സമ്മർദ്ദം രാഷ്ട്രീയമായി കീടനാശിനികൾ നിരോധിക്കാൻ വേണ്ടി തന്നെ ചെലുത്താൻ നമുക്ക് സാധിക്കണം. അതിശക്തമായ സമ്മർദ്ദം കീടനാശിനികൾ നിരോധിക്കാൻ വേണ്ടി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് മുറവിളി ഉയരുമ്പോൾ കർശനമായ നിയന്ത്രണത്തിനെങ്കിലും സർക്കാർ നിർബന്ധിതമാകും. അത് അടിയന്തരമായി ചെയ്തില്ല എങ്കിൽ ഇന്ന് ക്യാൻസർ ഇല്ലാത്ത വീടുകളില്ല. ക്യാൻസർ കൊണ്ട് പ്രിയപ്പെട്ടവരാരെങ്കിലും മരിക്കാത്തവരാരുമില്ല ഈ നാട്ടിൽ. ഇറച്ചി കോഴിയിൽ, ബ്രോയിലർ ആടിലും പക്ഷി മൃഗാദികളിലുള്ള ഭീകര വിഷങ്ങളെക്കുറിച്ച് പറയാതിരിക്കുകയാണ് ഭേദം. കീടനാശിനികൾ
ആൻറ്റിബയോട്ടിക്സ്, സ്റ്റിറോയിഡ്സ്, ഹോർമോണുകളും ഒക്കെ ആയിട്ട് അതിഭീകരമാണ് അന്തരീക്ഷം. നമ്മുടെ ഈ ഹോർമോൺ കോഴികളെയൊക്കെ തിന്നുന്ന കുട്ടികൾ, ഹോർമോൺ ഇറച്ചികളും ഭീകരമായ വിഷം തെളിച്ചൊക്കെ എത്തുന്ന മീനുകളും തിന്നുന്ന കുട്ടികൾ എത്രത്തോളം പ്രായപൂർത്തി എത്തുമെന്നുള്ള കാര്യത്തിൽ പോലും സംശയിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. പഴങ്ങളിലും പച്ചക്കറികളിലും ഉള്ളത് കുറെ കഴുകി കളയാമെന്ന് വയ്ക്കാം. പഴങ്ങളുടെയും പച്ചക്കറികളുടെ ഉള്ളിൽ എൻസൈമുകൾ, ആൻറ്റി ഓക്സിഡൻസ്, ഫൈറ്റോന്യൂട്രിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അതിനെ കുറെ നിർവീര്യമാക്കാനായിട്ട് അതിനുള്ളിൽ തന്നെ കഴിയുമെന്നുള്ളത് ഒരു ആശ്വാസമുണ്ട്. പക്ഷേ അതിനേക്കാളെല്ലാം ഭീകരമാണ് ഇന്ന് മറ്റു ഭക്ഷണ സാധനങ്ങളിൽ, പാക്ക് ചെയ്ത് വരുന്ന ഭക്ഷണ സാധനങ്ങളിൽ, അതേപോലെ ടൂത്ത് പേസ്റ്റ്, സോപ്പ് തുടങ്ങിയിട്ടുള്ള നിത്യോപയോഗ സാധനങ്ങളിലെല്ലാം ചേർക്കുന്ന കീടനാശിനികൾ, വിഷങ്ങൾ. അതുകൊണ്ട് അടിയന്തരമായി ജനങ്ങളുടെ ശ്രദ്ധയിൽ ഇത് വരണം. മറ്റെല്ലാ കാര്യങ്ങളെക്കാളും പ്രാധാന്യം വിഷമില്ലാത്ത ഭക്ഷണത്തിന് വേണ്ടി ജനങ്ങൾ നൽകാൻ തയ്യാറാകുന്നില്ല എങ്കിൽ അതിഭീകരമായ പകർച്ചവ്യാധികൾ പോലെ കീടനാശിനി രോഗങ്ങൾ, പുതിയ രോഗങ്ങൾ, പുതിയ ലക്ഷണങ്ങൾ, ദുരിത മരണം, ഇതാണ് കേരളത്തിലുണ്ടാകുക. ഒരു ചികിത്സയും നമുക്ക് ഫലിക്കാൻ പോകുന്നില്ല. അതിനെല്ലാം ഈ കീടനാശിനികളിൽ ഏതെല്ലാം പുതിയ ഘടകങ്ങൾ ചേർത്ത് വിടുന്നു, അതിനേതെല്ലാം തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും, അതിനുള്ള മരുന്നുകൾ അവർ വിൽക്കാൻ തയ്യാറാകും. പറയുന്നത് നിപ്പയെന്നും വവ്വാലെന്നും ആയിരിക്കും, ഡോങ്കി എന്നും കൊതുകെന്നും ആയിരിക്കും, എലിയെന്നും എലിപ്പനിയെന്നും ഒക്കെ ആയിരിക്കും പറയുക. പക്ഷേ മരുന്ന് അവരുടെ കയ്യിലുണ്ടാകും. ഏത് ഘടകമാണ് സാമൂഹ്യമായി രോഗങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് അവർക്കറിയാം. അങ്ങനെ മരുന്ന് കമ്പനികളുടെ ഇരകളായി ദുരിതം സഹിച്ചു മരിക്കാതിരിക്കാൻ കേരളം ഉണർന്നേ തീരൂ. തിരുവല്ലയിൽ ആ പാടത്ത് പൊലിഞ്ഞ സനൽകുമാറിൻ്റെ, മത്തായി ഈശോയുടെ ആത്മാവുകൾക്ക് നിത്യശാന്തി നേടുകയും അവരുടെ ജീവത്യാഗം കേരളത്തിലെ സകല മനുഷ്യരുടെയും കണ്ണുറപ്പിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം.